പറയുന്നത്. ആദ്യം ശ്രീമതി ശാലിനി, ഇന്ന് 2 ചർച്ചകൾ ആണ് നടന്നത്. ആ ചർച്ചകൾ രണ്ടും പരാജയപ്പെട്ടു. ആ ചർച്ചയ്ക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നതായിരുന്നോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്? പ്രത്യേകിച്ച് ഇത്രയും ദിവസമായി വെയിലത്തും മഴയത്തും തുടരുന്ന ഒരു സമരം, ആ സമരത്തോട് സർക്കാരിന്റെ സമീപനം എന്താകുമെന്നായിരുന്നു ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ പ്രതീക്ഷിച്ചത്? ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തത്. ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. പക്ഷേ 2 ചർച്ചയിലും ഞാൻ പങ്കെടുത്തിരുന്നു. രണ്ടും നിരാശാജനകമായ മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. 38ാം ദിവസം ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് പോയത് വളരെ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു. ആരോഗ്യമന്ത്രി വളരെ പഞ്ചാര വാക്കുകളുടെ എന്റെ ആശമാരെ വെയിലത്തും മഴയിലും നിർത്താൻ പാടില്ല, അവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നാണ് ഞങ്ങൾ നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ എങ്ങനെ വന്ന് അവരോട് പറയും, സാർ ആരോഗ്യമന്ത്രി പിരിഞ്ഞു പോകണമെന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അവരോട് പറയാൻ കഴിയുമോ സാർ? ഈ പൊതുസമൂഹം മൊത്തം കാണുന്നതല്ലേ വെയിലത്തും മഴയത്തും ആശയുടെ തപസ്സാണ് സാർ. ജീവിത ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ ജീവിത സമരമാണിത്. ഇതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ അംഗങ്ങൾ തയ്യാറല്ല, ഞങ്ങളുടെ ആശമാർ തയ്യാറല്ല. ഈ കേരളം മുഴുവനുമുള്ള ഞങ്ങളുടെ ആശാവർക്കർമാരുടെ മനസ്സ് ഞങ്ങളോടൊപ്പമാണ്. വെയിലത്തും പെരുമഴയത്തും ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ആനുകൂല്യം നേടാൻ വേണ്ടിയാണ്. ഈ കേരളത്തിന്റെ മനസ്സാക്ഷി മുഴുവനും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ എങ്ങനെ പിന്നോട്ട് പോകും? ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്നാൽ ഇതുപോലെ ഒരു പൊതുസമ്മതി കിട്ടുമോ? ഇല്ല. അന്ന് അവർ ഞങ്ങളെ പരിഹസിക്കുകയുള്ളൂ. 38ാം ദിവസവും ഞങ്ങൾ ഇവിടെ കാത്തിരുന്നു അനുകൂലമായ ഒരു മറുപടിക്ക് വേണ്ടി. നാളെ ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ 2 ആശമാര്, ഞങ്ങളുടെ സമരസമിതി നേതാവ്, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയുമായ ബിന്ദു ചേച്ചി ഉൾപ്പെടെ ഞങ്ങൾ നാളെ നിരാഹാര സമരത്തിൽ ഇവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവരോടൊപ്പം തന്നെയാണ്. ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ, ഒരാശ കുഴഞ്ഞു വീണാൽ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് ആശുപത്രി അഡ്മിറ്റ് ആയാൽ അടുത്ത ആശ ആ സമിതിയിലേക്ക് ചേരുകയും ആ നിരാഹാര സമരം പിന്തുടരുകയും ചെയ്യും. ഞങ്ങൾ പൊളിഞ്ഞു പോകില്ല സർ, ഞങ്ങൾക്കതിന് കഴിയില്ല. ഞങ്ങൾ അതിനല്ല ഇവിടെ വന്നിരുന്നത്. നാളുകളായുള്ള ഞങ്ങളുടെ ആവശ്യമാണ് സർക്കാരിനോടുള്ളത്. ഞങ്ങൾക്ക് അനുകൂലമായ മറുപടി തന്നേ പറ്റുള്ളൂ. ജനാധിപത്യത്തിന് വിരുദ്ധമായതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല സർ. ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇവിടെ ഒരു തൊഴിൽ നിയമമുണ്ട്, ആ മാന്യമായ ഒരു വേതനമുണ്ട്. 700 രൂപ എന്നത് മിനിമം കൂലി തരാമെന്ന് ഞങ്ങളുടെ LDF സർക്കാർ തന്നെയാണ് പറഞ്ഞത്. 2021 അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞു പടിപടിയായി ഉയർത്തുമെന്ന്. ഇനി എത്ര കാലമാണ് സാർ പടിപടി ഉയർത്താൻ അവർക്കുള്ളത്? 8-9 മാസം കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പായില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നവരോടല്ലേ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത ഏത് സർക്കാരാണ് വരുന്നതെന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റുമോ? അത് ഈ സമൂഹമല്ലേ വിധി എഴുതേണ്ടത്. സമൂഹം എങ്ങനെയാ വിധി എഴുതുന്നത്? ഒരു ഭരണകൂടത്തിന്റെ നടപ്പുകൾ, അവരുടെ പ്രവർത്തന രീതികൾ വിലയിരുത്തിയാണ് പൊതുജനം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആര് വരും ആര് വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾക്കൊരു തുലാസിലിരുത്തി തൂക്കാൻ പറ്റില്ല സാർ. പറഞ്ഞവരോട് തന്നെയാണ് അത് ചോദിക്കാനുള്ള അവകാശവുമുള്ളത്. പറഞ്ഞവര് വാക്ക് പാലിക്കട്ടെ. അല്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി പറയാത്തത് എന്തെങ്കിലും ഒരു ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കാം, തീരുമാനിക്കാം. ആ കേന്ദ്രത്തിൽ പോവാമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ച് ഞങ്ങളുടെ വർധനവ് ഉണ്ടാക്കാമെന്ന്. ഞങ്ങളുടെ വേതന വർധനവ് ആരോഗ്യമന്ത്രി പറയുന്നതിന് മുമ്പേ ഞങ്ങൾ പലതവണയായിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു കേന്ദ്ര ഇൻസെന്റീവ് കൂട്ടാമെന്ന്. കാരണം കേരളത്തിലെ ആശമാർക്ക് മാത്രമായിട്ടല്ല സാർ ഇൻസെന്റീവ് കൂട്ടുന്നത്. നമ്മുടെ ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാപ്രവർത്തകർക്ക് വേണ്ടിയാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത്. 17 വർഷക്കാലമായി അവരും കൂട്ടിയിട്ട്. അപ്പോൾ അവർക്ക് NHM-ഉമായിട്ട്, എല്ലാ സ്റ്റേറ്റിന്റെ NHM-ഉം ഡയറക്ടറേറ്റുമായിട്ട് കൂടി ആലോചിച്ച് ഇൻസെന്റീവിൽ ഒരു വർധനവ് വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇന്ന് മിനിമം ഉന്നയിച്ചിരിക്കുന്ന നമ്മുടെ 3 ഡിമാൻഡുകൾ, അതായത് 21,000 രൂപ മിനിമം വേതനം, പെൻഷൻ ആകുന്ന ആശയ്ക്ക് 5 ലക്ഷം രൂപ ആനുകൂല്യം, പിന്നെ പെൻഷൻ പിരിയുമ്പോൾ ഒരു നിശ്ചിതമായ ഒരു പെൻഷൻ തുകയും നൽകണം. ഈ 3 പ്രധാന ഡിമാൻഡുകളാണ് ഇപ്പോൾ ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ വെച്ചിരിക്കുന്നത്. ഇതിൽ അനുകൂലമായ ഒരു നടപടി ബഹുമാനപ്പെട്ട ഭരണകൂടം എടുത്തേ പറ്റുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് പഞ്ചാര വാക്കുകൾ കൊണ്ട് ഞങ്ങളെ വീട്ടിലെ അടുപ്പിന് തീ കത്തില്ല സാർ. ആശയുടെ വിശപ്പ് മാറണമെങ്കിൽ അധ്വാനിക്കുന്ന സ്ത്രീ തൊഴിലാളിക്ക് കൂലി നൽകണം. അവിടെ ശാലിനി, ഞാനൊന്ന് ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നത്, ഈ ചർച്ചയ്ക്ക് ശേഷം സന്നദ്ധ പ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ല. ശരി, ചർച്ചയ്ക്ക് ശേഷം ഇന്ന് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അടക്കം സംസാരിച്ചത് വളരെ അനുഭാവപൂർണമായി ഈ വിഷയത്തെ പരിഗണിക്കാം എന്ന് തന്നെയാണ് ആശമാരോട് പറഞ്ഞത് എന്നുള്ളതായിരുന്നു. അവരുടെ ആശങ്കകൾ കേട്ടു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിന്റെ സ്ഥിതിഗതികൾ അവരെ ധരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ ചർച്ചയ്ക്ക് ശേഷം സമരസമിതി നേതാക്കൾ പരിഹസിച്ചു മന്ത്രി എന്ന നിലയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്.
അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞ നിലയിലായിരുന്നോ ചർച്ച? പ്രത്യേകിച്ച് ഈ ഗൺ പോയിന്റിൽ നിർത്തുന്നു സമരക്കാർ, അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുവെന്ന് സമരസമിതി പറയുമ്പോൾ ഇതിൽ ആരെയാണ് പൊതുസമൂഹം വിശ്വസിക്കേണ്ടത് എന്നൊരു സംശയമുണ്ടാകുമല്ലോ. സാർ, ഒരു സംശയവും വേണ്ട. ഞങ്ങൾ പ്രധാനമായി ഡിമാൻഡുകൾ ഉന്നയിച്ചപ്പോൾ ഇങ്ങനെ ഒരു ജനാധിപത്യത്തിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ, 3 ഇരട്ടി അല്ലെങ്കിൽ 300 ഇരട്ടി വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ചോദിച്ചത്. സാർ, അത് എന്തെങ്കിലും ഒരു തീരുമാനം അവരല്ലേ പറയേണ്ടത്. ഞങ്ങൾ 21,000 ചോദിച്ചു. അതല്ല, ഞങ്ങൾക്ക് ഇത്രേ തരാൻ പറ്റുകയുള്ളൂ എന്നൊരു ഡിബേറ്റിലേക്ക് അവർ വന്നോ? ഇല്ല. എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ എന്താ പറഞ്ഞത്? ഞങ്ങൾ ലേലം വിളിക്കാനാണോ വന്നതെന്നാ ചോദിച്ചത്. ലേലം വിളിക്കാൻ ചെന്നതല്ല സാർ. ഒരു ചർച്ചയാവുമ്പോൾ അതിനൊരു മൊറാലിറ്റി ഉണ്ട്. നമ്മൾ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് തരാം അല്ലെങ്കിൽ തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന ലെവലിൽ അത് ചെയ്യാം എന്നല്ലേ ഒരു ഭരണകൂടം പറയേണ്ടത്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എണീറ്റ് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും സാർ? അതിന് കഴിയുമോ? അങ്ങനെ വെറുതെ പിരിഞ്ഞു പോകാനല്ല ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അതിന് ഓണറേറി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയും. ഇല്ല എന്ന് അവർ പറയരുത്. അവർ ഞങ്ങളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? സംസ്ഥാന ഖജനാവിന്റെ ദാരിദ്ര്യം കേൾക്കാനല്ല സാർ ആശമാര് ചെന്നത്. പാവപ്പെട്ട ആശയരുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഈ ഭരണകൂടം എന്ത് നൽകും, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കാനാണ് സാർ ഞങ്ങൾ അവിടെ ചെന്നത്. അതോ പറയോ, ഭിക്ഷ ചോദിച്ച് ചെന്നവന്റെ മുമ്പിൽ മുതലാളി ഭിക്ഷപാത്രം കമഴ്ത്തിയിട്ട് എന്റെ വീട്ടിൽ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയായിപ്പോയി സാർ. അത് വളരെ ഖേദകരമാണ്, വളരെ ഖേദകരം.